കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും കോഴിക്കോട് ഉണ്ടായിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ MM ഹസൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളുമുണ്ട് കോഴിക്കോട്. നല്ല അണികളുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു പരിപാടിക്ക്. കാരണം DCC ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടവും ഉണ്ടായിരുന്നു. ആ ആൾക്കൂട്ടത്തിന് ഇടയിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബം മറ്റാരുടെയും കുടുംബമല്ല, വയനാട് DCCയുടെ ഖജാൻജിയായിരുന്ന NM വിജയന്റെ കുടുംബമാണ്. അവർ നേതാക്കളെ കാണാൻ എത്തിയതാണ്. നേതാക്കളെ കാണാൻ എത്തി, ഏറെ നേരം കാത്തിരുന്നു. പക്ഷേ ഒരു നേതാക്കളും അവരെ കാണാൻ തയ്യാറായില്ല. വളരെ ശ്രമിച്ചിട്ടും കാണാൻ തയ്യാറായില്ല. ആരൊക്കെ? AICC ജനറൽ സെക്രട്ടറി മുതൽ DCC ഭാരവാഹികൾ വരെ ആ കുടുംബത്തെ കാണാൻ തയ്യാറായില്ല. അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് അവരെല്ലാരെയും കൂടെ കാണാൻ ഏറ്റവും പറ്റിയ അടുത്ത സ്ഥലം കോഴിക്കോടാണ്. അതുകൊണ്ടാണ് വന്നത്. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. അവർ പറഞ്ഞ ഡേറ്റുകളെല്ലാം കഴിഞ്ഞു. ഓരോ ഡേറ്റ് മാറ്റി മാറ്റി പറയുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ എടുക്കാൻ പോലും അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ അടുത്തെത്താൻ പറ്റുന്ന ഏറ്റവും അടുത്ത സ്ഥലം കോഴിക്കോടാണ്. അതുകൊണ്ട് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവർ നമ്മളോട് പറഞ്ഞത് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരു 5 ദിവസം കൊണ്ട്, 5 ദിവസം എന്നല്ല, ഏറ്റവും അടുത്ത് ഒരാഴ്ചയും കൊണ്ട് നമ്മളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. എത്രയൊക്കെയാണ് നമുക്ക് എവിടെയൊക്കെയാണ് ബാധ്യത എന്നുള്ളതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ സണ്ണി ജോസഫ് സാറെ നേരിട്ട് പോയി കാണുകയും ചെയ്തത്. സാറിന്റെ ഓഫീസ് പോയി കണ്ടു. കണ്ടതിന് ശേഷം അവർ പറഞ്ഞു റിപ്പോർട്ട് ഉപസമിതിയുടെ മീറ്റിംഗ് കൂടി KPCCയിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനെ പറ്റിയൊന്നും പ്രത്യേകിച്ചൊന്നും പിന്നെ നമുക്കൊരു അറിവുമില്ല. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഖജാൻജിയായ NM വിജയൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കല്ല ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മകനും അച്ഛനോടൊപ്പം ആത്മഹത്യ ചെയ്തു. വിഷം കഴിച്ച് മരിച്ചു. ഭിന്നശേഷിക്കാരനാണ് മകൻ. എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് വേണ്ടി, DCCക്ക് വേണ്ടി പലരിൽ നിന്നും പണം വാങ്ങി. ഖജാൻജിയാണ് പണം വാങ്ങിയത്. ആ പണം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ പണം അതുപോലെ തന്നെ IC ബാലകൃഷ്ണന്, അന്നത്തെ DCC പ്രസിഡന്റിന് കൈമാറി. അദ്ദേഹം പണം ചെലവഴിക്കുകയും ചെയ്തു. എന്തിനാണ് പണം വാങ്ങിയത്? ബാങ്കിൽ, സഹകരണ ബാങ്കിൽ നിയമനം നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി. അവർക്കൊന്നും നിയമനം നടത്താൻ കഴിഞ്ഞില്ല. അവസാനം പണം വാങ്ങിയ ഖജാൻജി NM വിജയന്റെ വീട്ടിലേക്ക് ഇവർ വന്നു തുടങ്ങി. വലിയ സാമ്പത്തിക ബാധ്യതയായി. ഇവർക്കൊന്നും പണം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നിരവധി പേർക്ക് പരാതി നൽകി NM വിജയൻ. KPCC പ്രസിഡന്റിന് നൽകി, പ്രതിപക്ഷ നേതാവിന് നൽകി, പ്രാദേശിക നേതാക്കൾക്ക് നൽകി. IC ബാലകൃഷ്ണനെ നിരവധി തവണ കണ്ടു. നിലവിലെ DCC പ്രസിഡന്റായ MD അപ്പച്ചനെയും നിരവധി തവണ കണ്ട് കാര്യം പറഞ്ഞു. ജീവിക്കാൻ കഴിയുന്നില്ല. ആളുകൾ മുഴുവൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടിയാണ് പണം വാങ്ങിയത്. ആ പണം അന്നത്തെ DCC പ്രസിഡന്റ് കൈമാറിയിട്ടുണ്ട്. ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. അവർക്കൊന്നും ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ജോലി നൽകുകയും ചെയ്തു. ഈ പണമൊക്കെ കോൺഗ്രസിന് വേണ്ടി വാങ്ങിയ DCCയുടെ ഖജാൻജിയായ NM വിജയൻ അവസാനം രക്ഷയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. സ്വന്തം മകനെ, ഭിന്നശേഷിക്കാരനായ മകനെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയാണ് ആത്മഹത്യ ചെയ്തത് എന്ന വാർത്തയുമുണ്ട്. എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വന്നത്? എനിക്ക് ശേഷം എൻ്റെ മകൻ, ഭിന്നശേഷിക്കാരനായ മകൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് അവനും മരിക്കട്ടെ എന്നായിരുന്നു ആ അച്ഛൻ തീരുമാനിച്ചത്. കാരണം അത്രമാത്രം സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇത് വലിയ വാർത്തയായി. ആദ്യം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വാർത്ത മുക്കി. അവസാനം ഏറ്റെടുക്കേണ്ടി വന്നു. അവർക്കും സോഷ്യൽ മീഡിയയിലും ഏതാനും മാധ്യമങ്ങളിലും വൻ വാർത്ത വന്നു. അവസാനം കോൺഗ്രസ് നേതൃത്വത്തിന് പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നു. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ് എന്നിവരടങ്ങുന്ന സബ് കമ്മിറ്റിക്ക് രൂപം നൽകി KPCC പ്രസിഡന്റ് നൽകിയ പരാതി ആദ്യം കണ്ടില്ല എന്ന് പറഞ്ഞു, പിന്നീട് കണ്ടു എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് ലഭിച്ച പരാതി വായിച്ചില്ല എന്ന് പറഞ്ഞു, പിന്നീട് വായിച്ചു എന്നൊക്കെ പറഞ്ഞ് വിവാദമായ സാഹചര്യത്തിൽ ഒരു സബ് കമ്മിറ്റിയെ രൂപീകരിച്ചു. സബ് കമ്മിറ്റി അവരുടെ വീട്ടിലെത്തി അവരോട് സംസാരിച്ചു. എല്ലാ കടബാധ്യതയും തീർക്കും, KPCC തീർക്കും എന്ന് പറഞ്ഞ് സബ് കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി KPCCക്ക് നൽകി. മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെയും ഒരിടപെടലുമില്ല, ഒരു തീരുമാനവുമില്ല. അതുകൊണ്ട് തന്നെയാണ്
NM വിജയന്റെ കുടുംബം കോൺഗ്രസ് നേതാക്കളെ കണ്ട് പരാതി പറയാൻ വന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്രമാണ് ഫോണിൽ സംസാരിക്കുന്നത്, മറ്റാരും വിളിച്ചാൽ ഫോൺ പോലും എടുക്കുന്നില്ല എന്നാണ് കുടുംബം പരാതിപ്പെട്ടത്. നാം അത് കേട്ടതാണ്. ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി. ആ കുടുംബത്തിന്റെ കണ്ണീർ, കോൺഗ്രസിന് വേണ്ടി പണം പിരിച്ച് നൽകിയ അവസാനം കടക്കാരനായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന DCCയുടെ ഖജാൻജിയുടെ ജീവിതം, ഇതൊന്നും ഇവർക്ക് ഒരു പ്രശ്നമേ അല്ല. ഇതൊന്നും കോൺഗ്രസ് നേതൃത്വം കാണുന്നേയില്ല. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വിവാദമായ സമയത്ത് കുറച്ച് വാർത്ത നൽകി, അതോടുകൂടി അവർ വാർത്ത ഉപേക്ഷിച്ചു. കാരണം കോൺഗ്രസ് ആണ്. ആ സംഭവമാണ് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി മാറുന്നത്. എന്തുകൊണ്ടാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ KPCC തയ്യാറാകാത്തത് എന്ന ചോദ്യം. കെ സുധാകരൻ എല്ലാ കടബാധ്യതയും തീർക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യം. ഞങ്ങളുടെ കടബാധ്യത തീർത്തു തരൂ, ഞങ്ങൾക്ക് ജീവിക്കണം, അതല്ലെങ്കിൽ അച്ഛൻ്റെ വഴി തന്നെ ഞങ്ങളും പിന്തുടരും എന്ന് പറയുന്ന മകന്റെയും മകന്റെ ഭാര്യയുടെയും ആ വേദന കാണാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ കഴിയാത്തത്? ഈ ചോദ്യമാണ് ഇവിടെ ഉയർന്നത്.